ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഒവയൻകുട്ടൻ്റെ കുറച്ച് ബർത്ത്ഡേ വിശേഷങ്ങളായിട്ടാണ്. ജൂൺ 16-നായിരുന്നു അവൻ്റെ ബർത്ത്ഡേ. ഞങ്ങൾ ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളൂ. വലിയ സെലിബ്രേഷൻ ഒന്നുമില്ല, അവൻ്റെ കുറച്ച് ഇഷ്ടങ്ങൾ അങ്ങനെ. അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല, നിങ്ങൾ വീഡിയോ കണ്ടോളൂ. ഇപ്പോൾ ടൈം 11:59. ഞാൻ ഒവയിന് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ പോവുകയാണ്. ഞാൻ ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എന്താണെന്ന് ഇപ്പം പറയുന്നില്ല, അത് അൺബോക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ കണ്ടോ. അവൻ ഉറങ്ങുകയാണ്. സാധാരണ ഈ സമയത്തൊന്നും ഉറങ്ങില്ല, 1 മണി ആ സമയത്തൊക്കെയാണ്. നാളെ സ്കൂളിലാത്തതുകൊണ്ട് ഇത് ലേറ്റായിട്ട് കിടക്കാമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ സമ്മതിച്ചില്ല. അപ്പം എനിക്ക് ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്യേണ്ടിയിരുന്നു. അപ്പം എന്തായാലും അവനെ വിളിച്ചു നോക്കാം. അവൻ നല്ല ഉറക്കത്തിലാണ്. അവനെ ഞാൻ തട്ടി വിളിക്കാൻ പോവാണ്. ബേബി 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 എണീക്ക്, ബേബി എണീക്ക്, എണീക്ക്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ അവൻ, ഹാപ്പി ബർത്ത്ഡേ ടു യു. നീ തുറന്നു നോക്ക്, എന്താ തുറന്നു നോക്ക്. ഇങ്ങനൊക്കെ പൊട്ടിക്കുവോ? എനിക്ക് ഇഷ്ടായോ? അടിപൊളിയാ? അമ്മയ്ക്ക് എന്താ തരുന്നത്? താങ്ക് യു. ഇത് ജൂൺ 16 മോർണിംഗ് ആണ്. ഒവനും ഡിയറയ്ക്കും ഷൂസ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ അരഞ്ഞിപ്പാലത്തുള്ള മാക്സിൽ വന്നതാണ്. രാവിലെ തൊട്ടേ നല്ല മഴ ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ കയറിയ സമയത്ത് മഴ കുറച്ച് കുറഞ്ഞു. ടൂട്ടിയെ മാത്രമാണ് അവിടുന്ന് ഷൂസ് മേടിച്ചത്. ഒവന് ഞാൻ ഓൾറെഡി ഒരു സ്നീക്കേഴ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പം അത് മതിയെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ പോയത് റിലയൻസിലേക്കാണ്. മഴ ആയതുകൊണ്ട് പിന്നെ ആ ദിവസം ഇവർക്കൊരു ലീവ് കിട്ടി. അപ്പോൾ പിറ്റേ ദിവസം എന്തായാലും സ്കൂളിൽ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് സ്വീറ്റ്സ് മേടിക്കാനാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. ബട്ട് എൻ്റെ ടൂട്ടീനെ കുട്ടി ഏത് പർച്ചേസിന് പോലുള്ള അവസ്ഥ ഇതാണ്. ആ ഷോപ്പ് തന്നെ എടുത്ത് ഓൾ ആ ബാസ്ക്കറ്റിൽ ഇട്ടിട്ട് പോരും. അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിധം സാധനങ്ങളൊക്കെ അവൾ ആ ബാസ്ക്കറ്റിൽ ഇട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ടൂട്ടി എടുത്ത് വെച്ച 3/4 ഭാഗം സാധനങ്ങൾ അവിടെ എടുത്ത് വെച്ചിട്ട് കുറച്ച് മാത്രം എടുത്ത് പിന്നെ ആ സ്വീറ്റ്സും എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇതുമായി 2 മാത്രം മതി. ഇത് വണ്ടി എടുക്കാൻ കൊണ്ടുപോകുകയാണ്. സ്വഭാവം എന്താണെന്ന് ഇപ്പൊ മനസ്സിലായോ? അന്നാണെങ്കിൽ ഭയങ്കര മഴയുള്ളൊരു ദിവസമായിരുന്നു. ഞങ്ങളാണെങ്കിൽ കേക്ക് കട്ടിങ് ഏതെങ്കിലും ഒരു ബീച്ച് കഫേയിൽ വെച്ച് ആക്കാമെന്നായിരുന്നു വിചാരിച്ചത്. ബിക്കോസ് ഒവൈന് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 സാധനങ്ങളാണ് ബീച്ചും ചോക്ലേറ്റും. സോ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് അവൻ്റെ ഇഷ്ടങ്ങളാണ് പ്രയോറിറ്റൈസ് ചെയ്തത്. അപ്പം ഞങ്ങൾ ആദ്യം പോയത് സൂത്തി ബീച്ച് കഫേയിലായിരുന്നു. അതിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കരമായിട്ടുള്ള കാറ്റും മഴയായതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരുവിധം എല്ലാ ബീച്ച് കഫേസും ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ എനിക്ക് തന്നെ പേടിയാവും, എന്നെ കടലെടുത്തുകൊണ്ട് പോകാൻ തന്നെ തോന്നിപ്പോയി. പിന്നെ ഞങ്ങൾ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വെച്ചാൽ അവിടെ നിന്ന് വേഗം ഇറങ്ങി. അന്ന് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ബീച്ചിൽ നിന്ന് ഒഴിപ്പിച്ച് വിടായിരുന്നു. ഞങ്ങളതൊന്നും അറിയാതെ പോയതായിരുന്നു. പിന്നെ ഞാൻ ബീച്ച് മാറ്റി പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവന് നല്ല വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ചോക്കോലിക്കിൽ പോയിട്ട് ചോക്ലേറ്റ് ഒക്കെ കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ആൾ ഹാപ്പിയായി. ഇത് വരുന്നത് സിവിൽ സ്റ്റേഷൻ്റെ അടുത്താണ്. ഞങ്ങൾ ഇറങ്ങിയപ്പം കുറച്ച് മഴ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു ചോക്കോ വെൽവെറ്റ് കേക്കോ അങ്ങനെ എന്തോ ആണെന്നാണ് തോന്നുന്നത്. പിന്നെ ഒരു ഐസ്ക്രീമും മാഷ്മെല്ലോയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ആംബിയൻസ് ആണ് ഒരു രക്ഷയില്ലാത്തത്. പിന്നെ ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ പറ്റിയൊരു പ്ലേസ് തന്നെയാണ്.
അങ്ങനെ ഒവൈൻ്റെ കേക്ക് വന്നു. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. കേക്കും നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. നമ്മുടെ കിവി, സ്ട്രോബെറി, ബേബി ബനാനയൊക്കെ അതിൽ ചോപ്പ് ചെയ്തിട്ടുകൊണ്ട് അത് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ടൂട്ടീൻ്റെ സ്വഭാവമൊക്കെ മാറി വരുന്നുണ്ടായിരുന്നു. ഭയങ്കര വാശിയായി. ഫോട്ടോ എടുക്കാനൊന്നും വിളിച്ചിട്ട് തന്നെ അവൾ വരുന്നില്ലായിരുന്നു. പിന്നെ അവിടെ ഉള്ളൊരു സ്റ്റാഫ് വന്നിട്ട് ആ കുട്ടിയെ ഓരോന്ന് പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിച്ചപ്പോഴാണ് ആൾ കുറച്ച് ഓക്കെ ആയത്. ഞങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നും കേൾക്കില്ലായിരുന്നു. ഒവൈൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ടാണോ എന്നുള്ളത് അറിയില്ല. ആൾ ദേഷ്യം പിടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്കൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ താഴേന്ന് പോയിട്ട് പിടിച്ചൊക്കെ കൊണ്ടുവന്നായിരുന്നു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നേരെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് കാരപ്പറമ്പിലുള്ള മലബാർ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. വെള്ളയപ്പവും പൊറോട്ടയും പിന്നെ ചിക്കൻ ചുക്കയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്.
എൻ്റെ അമ്മയും മോനും പിന്നെ പൊറോട്ട പ്രാന്തന്മാരായതുകൊണ്ട് അവരതാ കഴിച്ചത്. ഞാനും അച്ഛനും ടൂട്ടിയും പിന്നെ വെള്ളയപ്പ കഴിച്ചത്. അങ്ങനെ അതൊക്കെ കഴിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും എൻ്റെ നെയ്ബേഴ്സ് ഉണ്ട്, ഒരു ആൻറ്റിയും അങ്കിളും ഉണ്ട്. അവർ മോന് ഡ്രസ്സും പിന്നെ കേക്കും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ കേക്കാണ് അപ്പോൾ അവർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഫ്രണ്ട് ഉണ്ട്, ആ കുട്ടീനെയും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒവൈൻ എന്തായാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഒവൈനായാലും ടിയാരി ആയാലും. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. സോ അൺടിൽ നെക്സ്റ്റ് ടൈം, ബൈ.